എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാണ്. രാജുവിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കും. എനിക്ക് ഈ വീട്ടിൽ തന്നെ നിന്നാ മതി. മാഡം, മാഡം എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. മാഡം ഇവിടുന്ന് പോണം. മാഡത്തിന് എല്ലാം അറിയാവുന്നതല്ലേ? നമ്മൾ തമ്മില് വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. മാഡം അത് മനസ്സിലാക്കണം. മാഡത്തിനെ ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ ഒപ്പം മാഡം ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. മാഡത്തിനെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ എനിക്ക് കഴിയില്ല. മാഡത്തിന് ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. നീ മിണ്ടിപ്പോരുത്. ഒരു പെൺകുട്ടിയുടെ ജീവിത നീട്ടി തട്ടി കളിക്കുന്നത്. എന്റെ മകനാണ് ഞാൻ നോക്കില്ല. വേണമെങ്കിലേ രാജുവിനെ വഴക്ക് പറയല്ലേ. ഞാൻ രാജുവിനെ പറഞ്ഞു മനസ്സിലാക്കാം. രാജു, ഞാൻ പറയുന്നൊന്ന് രാജു കേക്ക്. മാഡം, രാജുവിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് രാജുവിന് അറിയില്ല. എത്ര തവണ ഞാൻ എന്റെ പ്രണയം രാജുവിനോട് തുറന്നു പറഞ്ഞതാ. പ്ലീസ് രാജു, ഒന്ന് മനസ്സിലാക്ക്. ഞാനിവിടെ നിങ്ങളുടെ വീട്ടില് ഒരംഗത്തെ പോലെ നിന്നോളാം. രാജുവിന്റെ ഭാര്യയായിട്ട് കാണണ്ട. രാജു എന്നെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് പറഞ്ഞാ മതി. ഞാൻ ഇവിടെ നിന്നോളാം. മാഡം എന്താ ഈ പറയുന്നത്? മാഡം തിരികെ പോ. നീ ഋതികമോളോട് ഇറങ്ങിപ്പോവാൻ പറയാണോ? അതെ, ഇവിടെ അല്ല ഋതിക മാഡം വേണ്ടത്. അവിടെ വർമ്മ സാറിന്റെ വീട്ടില്. ഋതിക മാഡം ഇവിടുന്ന് പോയേ പറ്റൂ. മാഡം വാ, ഞാൻ കൊണ്ടുപോയാക്കാം. ഇല്ല, ഞാൻ പോവില്ല. എന്നെ പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാവും. ഞാൻ പോവില്ല. ഓഹോ, എനിക്കറിയായിരുന്നടി നീ ഇവിടേക്ക് വരുമെന്ന്. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ഇവളുടെ കെട്ടി താലി കെട്ടിട്ടില്ലെന്ന് നീ പറഞ്ഞാലടാ. പിന്നെ എന്തിനാടാ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? നീ വിളിച്ചിട്ടായിരിക്കല്ലോ ഇവളെ ഇങ്ങോട്ട് വന്നത്. ദീപകേ, നീ സമാധാനപ്പെട്. അങ്ങനെയൊന്നും അല്ല. ഋതിക മാഡത്തിന്റെ വിഷമം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന. പിന്നെ അവൾക്ക് മാത്രമേ ഉള്ളൂ വിഷമം. വേറെ ആർക്കും ഇവിടെ വിഷമം ഇല്ലല്ലോ. വേറെ ആരും മനുഷ്യരല്ലല്ലോ. ഋതികേ, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഋതികേ, ഞാൻ പറയുന്ന കേക്ക്. വരാൻ. ഇല്ല, ഞാൻ വരില്ല. രാധമേ, പറ. മോനെ, മോനൊന്ന് സമാധാനപ്പെട്. ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മോളെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിങ്ങള് കുറെ കൊണ്ടുവിടും. തള്ളേ, കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കല്ലേ. അതെന്റെ അമ്മയാ, സൂക്ഷിച്ച് സംസാരിക്കണം. നീ കാണിക്കുന്ന നെറുകേടിനെ നിന്റെ തന്തയോടും തള്ളയോടും പിന്നെ നിന്നോട് ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത്. രാജു, നീ വളച്ചിലെടുക്കാതെ അവളെ പറഞ്ഞുവിട്. ഞാൻ അതിന് ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. ഞാൻ വരില്ല. ഞാൻ സ്നേഹിക്കുന്ന രാജുവിനെ വിട്ട് ഞാൻ എങ്ങോട്ട് വരില്ല. ഉറപ്പാണോടി നീ ഇവന്റെ ഒപ്പേ ജീവിക്കൂ? അതെ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് രാജുവിനൊപ്പമായിരിക്കും. നിന്നെ ഞാനും മനസ്സിൽ ഒരുപാട് കൊണ്ടു നടന്നതാ. നീയുമായിട്ടുള്ള ജീവിതം ഞാനും സ്വപ്നം കണ്ടതാ. ഇനി അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെങ്കിൽ, നീ രാജുവിന്റെ ഒപ്പമാണ് ജീവിക്കുന്നെങ്കിൽ അത് നടക്കില്ലടി. ഈ ദീപക് അതിനെ സമ്മതിക്കില്ലടി. നീ എന്തായി കാണിക്കണേ? ഒരുപാടാ ഇത്. എന്റെ നിയന്ത്രണം വിട്ട് നിൽക്കുക. എല്ലാത്തിനും ഞാൻ കൊല്ലും. വേണ്ട, വേണ്ട.
ദീപക് വിട. വിടടാ അവിടെ. ദീപക് വേണ്ട. അല്ലെങ്കിൽ നിന്റെ തൊള്ളയെ ഞാനിപ്പോ കൊല്ലും. ദീപക് വിട. വേണ്ട പറഞ്ഞ. ദീപക്. ഇല്ല, നിനക്കല്ലേ ഇവനൊപ്പം ജീവിക്കേണ്ടത്. ഈ ചാവടി. ദീപക് വേണ്ട. എന്തേ കാണിക്കുന്നത്? ദീപക് വേണ്ട. അവിവേകം കാണിക്കുന്നത് ദീപക്. വിടും. ദീപക് വേണ്ട. ദീപക് വിടും. ദീപക് വേണ്ട. ഋതിക വിടും. മോനെ എന്താടാ, എന്തു പറ്റി? അമ്മേ, ഋതിക മേഡത്തിന് ദീപക് എന്ത് പറ്റിയടാ? ഋതിക മേഡത്തിന് അവൻ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്തു. രാജു നീ എന്താ ഈ പറയുന്നേ? ഋതിക മേഡം അവൻ എന്റെ മുന്നിൽ മേഡത്തെ ഷൂട്ട് ചെയ്തു. എന്തു പറ്റി? അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഋതിക മേഡത്തിന് അവൻ മോനെ, നീ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഒന്ന് സമാധാനപ്പെട്. ഋതിക മോള് വീട്ടിലല്ലേ? വർമ്മസാറും അവിടെ ഇല്ലേ? ഒന്നും സംഭവിക്കില്ലടാ. ചേച്ചി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ആ ദാ കുടിക്കാൻ. അമ്മേ വാ. എന്താടാ നീ സ്വപ്നം കണ്ടത്? ഋതിക മേഡം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായും പിന്നാലെ ദീപക് വന്ന് ഉപദ്രവിക്കുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ട. മോനെ, അത് നിനക്ക് മാഡത്തോടുള്ള സ്നേഹം കൊണ്ടാ. മാഡം അകന്നു പോകുന്നത് നിന്റെ ഉൾമനസ്സിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. അല്ലച്ചാ, അങ്ങനെയൊന്നും അല്ല. അച്ഛാ, ഞാൻ കുറച്ചു നേരം ഒന്ന് തന്നെ ഇരിക്കട്ടെ. ശരി മോനെ. രാജു, എന്താ രാജു ഈ സമയത്ത്? യമുന മേഡം, ഞാനൊരു ദുസ്വപ്നം കണ്ടു. എന്ത് ദുസ്വപ്നം? മേഡം, ഋതിക മേഡം എവിടെ? മോള് മുറിയിലുണ്ട്. എന്തു പറ്റി രാജു? എന്താ അത്ര ടെൻഷൻ? ഞാൻ പറഞ്ഞില്ലേ മേഡം, ഞാനൊരു ദുസ്വപ്നം കണ്ടു. വല്ലാതെ പേടിച്ചുപോയി. ഋതിക മേഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ രാജു? രാജു ചെന്നൊന്ന് ആശ്വസിപ്പിക്കേ. അവളൊരുപാട് വിഷമത്തിലാ. രാജുവിനെ ഋതുമോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. രാജുവിന് പ്രതാപേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്കറിയാം. പക്ഷേ ഋതുമോളുടെ സ്നേഹം രാജു കാണാതെ പോവരുത്. അവളൊരു പാവാ. അവളെ ഒരുപാട് മനസ്സിലാക്കിയ ആളെന്ന രീതിയിൽ ഞാൻ പറയാ. അവളുടെ ജീവിതത്തില് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അത് രാജുവാ. എനിക്ക് മനസ്സിലാവും മേഡം, പക്ഷെ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ മാഡത്തെ ഒന്ന് കണ്ടിട്ട് വരാം.
എല്ലാം കഴിഞ്ഞടാ. ഇനി എല്ലാം ദീപക് വിചാരിക്കുന്ന പോലെ. നമ്മള് വിചാരിച്ചതുപോലെയൊന്നും അല്ലടാ. എന്റെ അമ്മേ പുലിയാ. രാവണന് 10 തലയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് 11 തലയാ. ആ തല നിറയെ ബുദ്ധിയാ. ഇനിയെല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കോടാ മോനെ. നീ നോക്കിക്കോ. എന്ത് പേടിക്കാനാണ്? ഈ ദീപക്കല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഈ ദീപക്കുള്ളപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഋതിക മേഡം ഉറങ്ങാറുന്നല്ലേ? പാവം. സമാധാനായിട്ട് കിടന്നുറങ്ങട്ടെ. പിന്നീട് സംസാരിക്കാം. രാജു ഇത്ര വേഗം സംസാരിച്ചു കഴിഞ്ഞു? ഇല്ല മേഡം, ഋതിക മേഡം നല്ല ഉറക്കമാ. രാജു രാജു ഋതികയോടൊന്ന് സംസാരിക്കണം. സംസാരിക്കാം മേഡം. ഞാനിപ്പോ ഇറങ്ങട്ടെ. ഇവർക്ക് ഉറക്കമില്ലേ? ഭാഗ്യം അവൻ രാജുവിനെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അമ്പയെ ചേച്ചിയോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയെന്നെ. ദൈവമേ, നീ രക്ഷിച്ചു. രാജു, എന്താ ഋതികേ, ഈ രാത്രി നിനക്ക് ഇവിടെ എന്താ കാര്യം? എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കും. നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. അവനൊന്നും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളില് അവന് നല്ല വിഷമമുണ്ട്. ഋതിക മാഡത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഉള്ളിലൊരു നീറ്റല്. വിധിയെ തടുക്കാൻ നമുക്കാവില്ല വേണുട്ടാ. രാജുവും ഋതികയും തമ്മിൽ പിരിയാതിരിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്നതൊക്കെ നമ്മൾ ചെയ്തില്ലേ? എല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ മകന്റെ മനസ്സ് മുഴുവൻ വർമ്മ സാറിനോടുള്ള ഭയഭക്തി ബഹുമാന. ഋതിക മാഡത്തെ അവൻ പ്രണയിക്കുന്നുണ്ടെങ്കിലും അവനത് പുറത്തു കാണിക്കില്ല. എന്നും ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പിന്നിലേക്ക് മാറി നിന്നിട്ടേ ഉള്ളൂ അവൻ.
അതാ അവന് ശീലം. ഇല്ല വേണുട്ട, അങ്ങനെ രണ്ടു വഴിക്ക് അകന്നു പോവേണ്ടവരല്ല രാജു ഋതികയും. എന്റെ മകളുടെ ജീവിതം എന്തായെന്ന് ഭയന്ന് അവളെ കാണാൻ ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നപ്പോ അവളുടെ ജീവിതം രാജുവിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് അറിഞ്ഞ് ഞാൻ ഒരുപാട് സമാധാനിച്ചു. പക്ഷേ ഇപ്പൊ രാജുവിന്റെ കൂടെയല്ല അവളെന്ന് ഓർക്കുമ്പോ അംബികേച്ചിയുടെയും മകന്റെ ഇടയിലാണ് വീണ്ടും അവൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം എന്നെ ഭയപ്പെടുത്തുന്നു. ആ തലതിരിഞ്ഞ ദീപക്കിനെ കൊണ്ട് ഋതികാ മാഡത്തെ വിവാഹം കഴിപ്പിക്കാനുള്ള അംബികാ മാഡത്തിന്റെ ശ്രമമായിരിക്കും ഇനി ആ വീട്ടിൽ നടക്കാൻ പോണത്. ഒഴുക്കിനെതിരെ നീന്തിയെ പറ്റുമോ വേണോട്ടാ? എല്ലാം ഓക്കെയാ. ഓഡിറ്റിംഗ് കൊടുത്തോ? ആ ശരി സാർ. ശേഖര, നമ്മുടെ പാർട്ടി പ്രവർത്തക ഫണ്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവോ മുടക്കോ വല്ലതും ഉണ്ടോ? ഇല്ലേട്ടാ, അതൊക്കെ രാജുവിന്റെ അണ്ടറിലാണല്ലോ. രാജു അതൊക്കെ കൃത്യമായി ചെയ്യാറുണ്ട്. ഗുഡ്. താങ്ക് യു സാർ. വീട്ടു രമ്യ, ഞാൻ വരാം, അങ്ങോട്ട് വരാം. എന്റെ പൊന്നു രമ്യ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അമ്മയൊന്നും മിണ്ടാതെ വാ. ഞാൻ പറയുന്ന കേട്ട് ഇവിടെ വരെ വന്നിട്ട് മുടക്കം പറയല്ലേ. വാ വാ അമ്മേ. നമസ്കാരം വർമ്മ സാറേ. ആ നമസ്കാരം. ഞാനും അമ്മയും കൂടി വന്നത് വർമ്മ സാറിനോടൊരു പരാതി ബോധിപ്പിക്കാനാ. പരാതിയോ? എന്ത് പരാതി? സാറേ, വർമ്മ സാറ് വിചാരിക്കുന്നത് പോലെ സാറിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടത്തി തരാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പരാതിയോ അപേക്ഷയോ ഒന്നുമല്ല. പിന്നെ? സാർ, അത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. രമ്യയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ? അതെന്ത് കാര്യമോ? അമ്മേ പറയ്. അത് രമ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഈ രമ്യക്ക് കുറച്ചു നാളായിട്ട് രാജുവിനോട് ഭയങ്കര പ്രണയമായിരുന്നു. ഇവരുടെ വിവാഹം ഞങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുമായിരുന്നു. ആ സമയത്താ രാജു ഋതികയെ വിവാഹം കഴിച്ച് രാജുവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതോടെ ഇവളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. പിന്നെ ഞാൻ ഇവൾക്ക് വേറെ വിവാഹ ആലോചനകൾ കൊണ്ടുവന്നു. ഇവൾ അതിനൊന്നും സമ്മതിച്ചില്ല. അതിന് ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? രമ്യക്ക് ഇപ്പോഴും രാജുവിനോട് അതേ ഇഷ്ടമുണ്ട്. പക്ഷേ രാജുവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ രാജു ഇഷ്ടമാണെങ്കിലും എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിയുകയാ പതിവ്. എന്താ രാജു, നിനക്ക് രമ്യ ഇഷ്ടമല്ലെന്നാണോ? അത് സാറേ, രമ്യ എന്നെക്കാളും സാമ്പത്തികമായി ഉയർന്നൊരു കുടുംബത്തിലാണെന്ന് സാറിനറിയാലോ. പിന്നെ എന്റെ വിവാഹം രമ്യയായിട്ട് നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് അത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാൻ അതിന് സമ്മതിച്ചെന്നേ ഉള്ളൂ.
കേട്ടില്ലേ രുക്മിണി ചേച്ചി, ഇതാണ് രാജുവിന്റെ അഭിപ്രായം. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനൊരു വിവാഹത്തിൽ നിർബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ, സാമ്പത്തിക സാഹചര്യങ്ങളല്ലേ രാജുവിന്റെ പ്രശ്നം. അല്ലാതെ രാജുവിന് എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. രാജുവിനോ രാജുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ ആർക്കും എന്നോടൊരു ഇഷ്ടക്കുറവുമില്ല. അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാ. ഒരു ഹൗസ് ഓണറിന്റെ മകൾ എന്നതിലുപരി അവരെന്നോട് അടുപ്പം കാണിച്ചിട്ടുമുണ്ട്. പിന്നെ രാജുവിന്റെ സാമ്പത്തികമില്ലായ്മ എന്ന് പറയുന്നത് അതൊക്കെ എന്നാണെങ്കിലും മാറാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്റെ അച്ഛനൊരു ചിട്ടിക്കമ്പനി നടത്തുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ രാജു നോക്കി നടത്തിയ രാജുവിന് നല്ലൊരു തുക സാലറി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ സാലറി ആയിട്ട് വേണ്ട, രാജുവിന് അതിന്റെ ഒരു വീതം ലഭിക്കില്ലേ? പിന്നെ എന്നെ വിവാഹം കഴിക്കുന്നതോടെ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ രാജുവിനെ ഏൽപ്പിക്കാൻ അച്ഛനും താല്പര്യമുണ്ട്.